അങ്ങനെ നായനെ വേലക്കാരിയെ പോലെ നടത്തേണ്ട തന്നെ ആദർശം നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനാമിക റൂമിൽ നിൽക്കുമ്പോ എനിക്കൊരു ജ്യൂസ് കൊണ്ടുപോകാന്ന് ദേഷ്യപ്പെട്ട് നായനോട് പറയാണ്. ആദർശ് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് കുടിക്കണം. നായർ നിന്റെ വേലക്കാരിയൊന്നുമല്ല കേട്ടല്ലോ. ഈ അനന്തപുരിയിലെ ഏറ്റവും മൂത്ത കൊച്ചുമകനാണ് ഞാൻ ആദർശ്. അറിയില്ല നിനക്ക്? മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ് ഞാൻ. എന്റെ ഭാര്യ നയന. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് എപ്പോഴും നീ അവക്ക് കൊടുക്കണം. അതില്ലാതിരുന്നാല് എന്റെ സ്വഭാവം മാറും. മറ്റാരെങ്കിലും നിനക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ അനിയെന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അനിയനെ പോലെയാ. അപ്പൊ നീ എന്റെ അനിയത്തിയായിട്ട് വരും. ആ അവകാശം കൊണ്ട് പറഞ്ഞെന്ന് കരുതിയാ ദേഷ്യപ്പെട്ടിട്ട് ആദർശ് മുറിയിലേക്ക് പോകുന്നുണ്ട്. അനാമിക്ക് ദേഷ്യം എന്നെ ഇറച്ചു കയറുകയാണ്. അനാമിക ഓർക്കാണ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അറുതി ഞാൻ വരുത്തി തരാന്നൊക്കെ അനാമിക ദേഷ്യപ്പെട്ടവിടുന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നയന മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് പോയിട്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആദർശം അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് കയറി വരാണ്. അല്ല നിന്റെ ഉദ്ദേശം എന്താ? എന്താ ആദർശേട്ടാ? അല്ല അനാമിക ജ്യൂസ് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉടനെ പോകാൻ തുടങ്ങി ആയിരുന്നല്ലോ ജ്യൂസ് എടുക്കാൻ. നിനക്ക് നാണയില്ലേ? നവീനൊരു ചേച്ചിയല്ലേ, നിനക്ക് കുറച്ചൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നൂടെ? എന്നോട് നിനക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാലോ, തട്ടി കയറാനും അറിയാം. ആ ഒരു രീതി അവരുടെ ബിഹേവിയർ എന്താ കുഴപ്പം? ആദർശേട്ടാ വീട്ടിനുള്ളിൽ വഴക്കുണ്ടാക്കണമെന്ന് ഓർത്തിട്ടാ. ഞാനിപ്പം അവളോട് പറ്റില്ല എന്ന് പറഞ്ഞ് തട്ടിക്കേറിയാല് ജാനകി ചെറിയമ്മയും എന്റെ അമ്മായിമ്മയും അപ്പച്ചിയും ഇങ്ങോട്ട് വരും. മൂവർ സംഘം കൂടെ വന്ന് എന്നെ ഇട്ട് ശരിയാക്കും. അതുകൊണ്ടാ എനിക്ക് എന്റെ അമ്മായിമ്മയുടെ തർക്കത്തിന് പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇപ്പൊ അവൾക്ക് ഒരു ജ്യൂസ് കൊണ്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. വേണ്ട, അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞല്ലോ നീ എന്റെ ഭാര്യ. അങ്ങനെ ആറ് മുകളിൽ നീ തല വായിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ രാവിലെ ഞാൻ ക്ഷമിച്ചതാ. അവള് ഉണ്ടാക്കിയ 6 കൂട്ടം കറികൾ അവൾക്ക് ഉണ്ടാക്കിയിട്ട് അവൾക്ക് തികഞ്ഞില്ല. ഒരു കൂട്ടം കറി പോലും ഇല്ല പോലും. എന്തൊക്കെയാ അവൾ പറഞ്ഞു കൂട്ടുന്നത്? അവള് അത്രയ്ക്ക് വലിയ പുണ്യവതിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. അവളുടെ സ്വഭാവത്തിലും അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. അതെന്തായാലും താമസിച്ചത് ഞാൻ കണ്ടുപിടിക്കും. ആ പോലീസുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴുണ്ട് അവൾക്ക് നല്ലൊരു കൊട്ട എന്ന് പറയുന്നുണ്ട്. ആവശ്യം ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ, വലിയ പ്രായമൊന്നുമില്ല, 10-21 വയസ്സല്ലേ ഉള്ളൂ. അതിലായിട്ടുള്ള എടുത്തിയാട്ടമൊക്കെ ഉണ്ട്. പിന്നെ മൂവർ സംഘവും കൂടി അവളെ തലയിൽ കെട്ടി വെച്ചിരിക്കുകയല്ലേ, അതിന്റെ ഒരു അഹങ്കാരമുണ്ട്. ഞാനും നവിയേച്ചിയൊക്കെ അധികാരമില്ലാതെ അവകാശമില്ലാതെ ഒരു യോഗ്യതയില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണെന്ന് ആ 3 പേരും എപ്പോഴും പറയുന്നുണ്ടല്ലോ ആദർശേട്ടാ. അതൊക്കെ കേട്ടല്ലേ ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അവളാണ് ഈ വീട്ടിൽ വലുതെന്ന് അവക്കും തോന്നിക്കാണും. അങ്ങനെ തോന്നിക്കോട്ടെ, എന്റെ നന്ദുവിന്റെ പ്രായമല്ലേ അവക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഇതാ ഞാൻ അന്നേ പറഞ്ഞത്, നന്ദു ആയിരുന്നു നല്ലത്. നന്ദുവിന്റെ സ്ഥാനത്ത് വന്ന ഇവള് എന്തിനു കൊള്ളാം? ഇവള് ഈ വീട് നശിപ്പിക്കുന്ന എന്റെ പേടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആദർശേട്ടാ. പതിയെ പതിയെ ഞാൻ ആ കുട്ടിയെ മാറ്റിയെടുത്തോളാം. അതുപോലെ തന്നെ ജാനകി ചെറിയമ്മേനും എന്റെ അമ്മായിമ്മനെയൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. എന്റെ അമ്മായിമ്മ ആദ്യമൊക്കെ എന്തായിരുന്നു, ഇപ്പൊ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടില്ലേ, അതുപോലെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇനിമേൽ ആരും അടിമപ്പണി ചെയ്യുന്നത് ഞാൻ കാണരുത്. എത്രയും പെട്ടെന്ന് എന്റെ സെർവൻസിനെ ഞാൻ റെഡിയാക്കിക്കോളാം. അങ്ങനെ നിന്നെ ജോലി ഇപ്പിച്ച് എവിടെ ബാക്കിൽ സൂയിക്കാന്ന് ആരും കരുതണമെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും നായന ഓടിയത് ആദർശിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഇത്രയും ആദർശിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇത്രയും കാലം എന്നെ ഇറക്കി വിടാൻ മുൻപന്തിൽ നിന്ന ആളാണല്ലോ ആദർശേട്ടൻ. ഇങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആദർശേട്ടാ. വേറൊന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആദർശന്റെ ഈ സ്നേഹവും സാമീപ്യവും ഈ ഒരു സപ്പോർട്ടൊക്കെ എനിക്കുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യ എന്നൊക്കെ അവളും പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പോവാൻ നായന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഇമഹോലും വിട്ടാൽ നമ്മുടെ അനാമിക ഓടിച്ചെന്ന് ജാനകിയുടെ കാര്യങ്ങളെല്ലാം പറയാണ്. അപ്പൊ ദേവേനെ സോഫയിൽ ഇരിക്കായിരിക്കും കേട്ടോ. ചെന്നിട്ട് ജാനകിയോട് അനാമിക പറയാണ്, അമ്മേ ഞാൻ നയനയോട് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചു. അപ്പോഴേക്കും അവൾ അവിടുന്ന് ആദർശേട്ടനെ വിളിച്ചു വരുത്തി. അങ്ങനെ ആദർശേട്ടൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഇനി പറയാനൊന്നുമില്ല, ആദർശേട്ടനാണ് ഈ വീട്ടിലെ എല്ലാ സർവ്വകാര്യവും അധികാരം ചെയ്യുന്നതെന്നും ആദർശേട്ടന്റെ ഭാര്യയാണ് നയനയെന്നും അവരെ ഈ വീട്ടിലെ വരും തലമുറ ഭരിക്കാൻ പോകുന്നത് അവരാണെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എന്താ അവർക്കാണ് ഈ വീടിന്റെ അവകാശമെന്നോ? ആര് പറഞ്ഞു? അവൻ ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. അവനും എന്റെ മോനും ഒക്കെ ഒരു തുല്യ ആൾക്കാർ തന്നെയാ. ഈ വീട്ടിലെ ഏറ്റവും ഇളയ പുത്രൻ എന്റെ മോനാ. അതുകൊണ്ട് തന്നെ 3 ബ്രാഞ്ചസിനെ അവനെ ഏൽപ്പിക്കാൻ പോവാ. ഇപ്പം ആദർശനല്ലേ MD സ്ഥാനം, വരും തലമുറയില് അതിന്റെ അനുമോനായിരിക്കും. അങ്ങനെയാണ് ഇവർ തറവാട് മുത്തശ്ശിന് ശേഷം ഈ വീട് നയിക്കാൻ പോകുന്നത് എന്റെ മോനാ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ദേവേനിക്ക് നന്നായിട്ടൊന്ന് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളും തന്റെ മോൻ MD ആണ്, തന്റെ മോൻ വലിയ സംഭവമാണ്, തന്റെ മോനാണ് ഈ അനന്തപുരിയിലെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നല്ലോ നമ്മുടെ ദേവ്യാനി. പക്ഷെ ജാനകി പറഞ്ഞ വാക്ക് നമ്മുടെ ദേവ്യാനിയുടെ മനസ്സിൽ ശരിക്കും അങ്ങ് തറഞ്ഞു കയറുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ദേവ്യാനി തന്റെ സർവ്വ കൺട്രോൾ അങ്ങ് പോവാണ് കേട്ടോ.
അപ്പോഴേക്കും ജലജ ഓർക്കാണ് ഇത് നല്ലൊരു അവസരം തന്നെയാ. ഇത്രയും നാളും എന്റെ അഭിയായിട്ട് ചവിട്ട് തേക്കാറുന്നല്ല ഇവളുമാർ രണ്ടുപേരും നല്ല അടിയുണ്ടാക്കി കണ്ട നല്ല രസമായിരിക്കും. ഈ ഒരു കാര്യം മതി രണ്ടുപേരുടെ അടിയുണ്ടാക്കാൻ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി എണീച്ച് ചോദിക്കാണ്, അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത്? അനിയെക്കാട്ടിലും എത്ര വയസ്സിന് മൂത്ത ആദർശ്? അത് മാത്രമല്ല, അവൻ ഏകദേശം 5-6 വർഷമല്ലേ നമ്മുടെ കമ്പനി നോക്കി നടന്നു തുടങ്ങിയിട്ട്. അവൻ കാര്യത്തിൽ പിന്നെയാ കമ്പനിക്ക് ഇത്രയും മാറ്റം ഉണ്ടായത്. എനിക്കാണെങ്കിലോ ഇതുവരെ ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവനിപ്പോ കയറാൻ പോകുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഈ അധികാരം മൊത്തം അവനെ ഏൽപ്പിക്കും നീ പറഞ്ഞ എന്താർത്ഥത്തിലാ? എന്താ ചേച്ചി, എനിക്കതിനുള്ള കഴിവില്ലെന്നാണോ ചേച്ചി പറയുന്നേ? അങ്ങനെയൊന്നും പറയുന്നില്ല. എനിക്ക് നല്ല കഴിവുണ്ട്, ആദർശനുണ്ട്. രണ്ടുപേരും ഒന്ന് ചേർന്ന് നടന്നു പോണം. പക്ഷെങ്കിൽ ആദർശല്ലേ മൂത്തത്. അപ്പം ഇവിടുത്തെ അവകാശങ്ങളും MD സ്ഥാനം എല്ലാം ആദർശനല്ലേ? ചേച്ചി കൊള്ളാലോ ആള്. അങ്ങനെ ചേച്ചി മാത്രം എല്ലാം അനുഭവിച്ചാൽ മതിയോ? ചേച്ചിയുടെ മോനും ഇത്രയും കാലം ചേച്ചിയായിരുന്നു ഈ വീടിന്റെ അധികാരവും എല്ലാം കയ്യിൽ കൊണ്ട് നടന്ന ആള് അല്ലേ? ചേച്ചിനനുസരിച്ചല്ലേ ഞങ്ങൾ എല്ലാവരും ജീവിച്ചത്. അതുപോലെ തന്നെ ഇനി ചേച്ചിയുടെ മോനെ ഞങ്ങൾ എല്ലാവരും അനുസരിക്കണോ? അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞത്? ആദർശ് എന്റെ മകൻ മാത്രമല്ലല്ലോ, നിന്റെയും കൂടിയല്ലേ. ആ ഒരു ബോധം ചേച്ചിക്ക് ഇപ്പം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഉണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ പറയില്ലല്ലോ. ആദർശിന് മാത്രം എല്ലാം വേണം പോലും. അപ്പോ ആദർശിനെ അനുസരിക്കണോ എന്റെ ഭർത്താവും എന്റെ മകനും എന്റെ മരുമകളും ഞാനും ഒക്കെ? ഞാൻ അങ്ങനല്ല ജാനകി ഉദ്ദേശിച്ചത്. അവനല്ലേ ഏറ്റവും മൂത്തത്, അപ്പൊ എല്ലാം ചെയ്യണത് അവനല്ലേ എന്ന് ആര് പറഞ്ഞു ചേച്ചി? അങ്ങനൊന്നും ഇല്ല. എന്റെ അനുമോനും എല്ലാത്തിനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ഉണ്ട്. ചേച്ചിയുടെ ഭർത്താവ് കമ്പനിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അജയേട്ടും ആ കമ്പനിയിൽ. ഇപ്പം രണ്ടുപേരും ആദർശിന്റെ കീഴിലാണ് എന്ന് വെച്ച് എന്നും അങ്ങനെ ആയിരിക്കാൻ പറ്റുമോ? എന്റെ അനുമോനും അവിടെ സ്ഥാനം ഉറപ്പിക്കണം. അങ്ങനെ രണ്ടുപേരും നല്ലൊരു വാക്കുവാദത്തിൽ എത്തുന്നുണ്ട്. ഇത് കേട്ട ഹാളിലേക്ക് എല്ലാവരും വരികയാണ്. ജയൻ ചോദിക്കാണ്, എന്താ ദേവയാനി, എന്താ പ്രശ്നം? അജയനെ ചോദിക്കുന്നതിന് എന്താ ജാനകി, എന്താ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം? ഇന്നവരില്ലാത്ത സംഭവമാണല്ലോ. ചെയ് പോകുന്നൊരു വാക്ക് പോലും ചേച്ചിയെ നോക്കി നീ പറയാത്തല്ലേ, പിന്നെ നിനക്കിപ്പോ എന്ത് പറ്റി? അജയൻ ചോദിക്കാണ്. അത് പിന്നെ ഇവര് പറഞ്ഞിട്ടില്ല അജയേട്ടാ. ഇവരോ? അങ്ങനെയൊക്കെ ഇനി വിളിക്കേണ്ടി വരും. എന്താ ദേവയാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സോറി, എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കാണ് അജയൻ. ഏട്ടാ, ഇത്രയും കാലം ഓഫീസ് കൊണ്ടുവരുന്ന ആരാ? ആദർശല്ലേ. MD സ്ഥാനവും ആദർശനാ. ഇപ്പൊ നമ്മുടെ 2-3 ബ്രാഞ്ച് ഏൽപ്പിക്കാൻ പോവാണല്ലോ. ഈ നമ്മുടെ ഈ വീട്ടില് അങ്ങനെ ആർക്കും വലിയ റോളൊന്നും ഇല്ല അല്ലേ? ഇത്രയും കാലം ഈ വീട്ടിലെ ഭരണം മൊത്തം ഈ ചേച്ചിക്കായിരുന്നു ആണല്ലോ. ഞങ്ങളെല്ലാവരും ചേച്ചി അനുസരിച്ച് തന്നെ നിന്നത്. ചേച്ചിയുടെ മറുത്തൊരു വാക്ക് പോലും ആരും പറഞ്ഞിട്ടുമില്ല. എല്ലാ അധികാരങ്ങളും ചേച്ചിക്ക് അമ്മ നൽകിയത്. അതുപോലെ തന്നെ ഇത്രയും കാലം ഓഫീസും മറ്റെല്ലാം ഭരിച്ചു നടന്നത് ആദർശ ആണല്ലോ. ഏട്ടനും ജേട്ടനും എല്ലാം അവന്റെ കീഴിലല്ലായിരുന്നോ? ഇനിയിപ്പം ഞാനും എന്റെ മകനും എന്റെ മരുമകളും കൂടി അവരുടെ കീഴിൽ വേണം ജീവിക്കാനെന്ന്. ഈ ജീവിതകാലം മുഴുവനും ഈ കൊട്ടാരവേ അമ്മയുടെ മോനെ സ്വന്തമാണെന്ന്. ദേവന് ചോദിക്കാണ്, ഞാൻ എപ്പോഴാ ജാനകി അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവനല്ലേ മൂത്തത്, അതുകൊണ്ട് അവൻ MD സ്ഥാനമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ഇങ്ങനെയൊക്കെ എന്താ ചിന്തിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം ചേച്ചി പറ. ആദർശിനെ അനുസരിച്ച് ഇത്രയും കാലം എല്ലാവരും ജീവിച്ചു, മുത്തശ്ശിനെ അനുസരിച്ചുകൊണ്ട്. ഇനിയിപ്പം ആദർശിനനുസരിച്ച് ബാക്കി കാലം കൊണ്ട് ഞങ്ങൾ ജീവിക്കണമെന്നാണ് ചേച്ചി പറയുന്നേ. അതിന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ മരുമകൾ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അവളുടെ മുമ്പിൽ നാണം കിടാൻ ഞങ്ങൾ ഒരിക്കലെന്ന് പറയാണ്. ഇതിന് നെക്സ്റ്റ് പാർട്ട് അടുത്തോട്ടിൽ അപ്ലോഡ് ചെയ്യാമേ.